ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് കുറച്ച് കറി വെക്കാനായിട്ട് സ്രാവ് കിട്ടിയിട്ടുണ്ട്. നല്ല ചിക്കൻ പീസ് പോലത്തെ സ്രാവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം നന്നായിട്ട് ചതച്ചെടുക്കണം. പിന്നെ പുളിക്ക് ആവശ്യമായിട്ട് കുടംപുളി ഒരു 3 കഷ്ണം എടുത്തു. എന്നിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവയും പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറിയുള്ളിയും ചതച്ചതും പിന്നെ പച്ചമുളകും കീറിയിടുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് തക്കാളിയും പിന്നെ നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ അതും കഴുകി അതിനകത്തേക്ക് ഇടണം. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആസ് യൂഷ്വൽ അതും അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വറക്കണം. എന്നിട്ട് പച്ചമണം വരെ വറക്കണമുണ്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വീണ്ടും ഇളക്കണം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരും. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ സ്രാവുണ്ടല്ലോ അത് അങ്ങോട്ട് ഇങ്ങനെ വെതറണം. അപ്പോൾ തിളച്ചിട്ട് അതിൻ്റെ മണം നന്നായിട്ട് വരും. നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, സ്ലോ ആയിട്ട് തിളച്ചതിന് ശേഷം സ്ലോ ആയിട്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്താ? സ്രാവ് കറി, ചീരത്തോരൻ, പിന്നെ ഇതാ നമ്മുടെ ക്യാരറ്റ് തോരൻ, മീൻ.